ആദ്യത്തെ എപ്പിസോഡിൽ ഡെയർഡെവിളും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഒരു ബാറിൽ നിന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോഗിക്ക് ഒരു കോൾ വരുന്നത്. ആൻഡ് ഫോഗി അതെടുത്ത് നോക്കുമ്പോൾ ഫോഗിയുടെ ക്ലയന്റ് പറയുന്നത് എന്നെ ആരോ കൊല്ലാൻ വരുന്നുണ്ടെന്നുണ്ട്. ആൻഡ് അവിടെ ഒരുത്തന്നെ ഒരു സൂചിപ്പിന് വെച്ച് ലോക്കെല്ലാം തുറന്നിട്ട് ആ സൂചിപ്പിന് വെച്ച് റീച്ച് എല്ലാം കൊന്നിട്ടുന്നു. അതിനുശേഷം ചോദിക്കുന്നു നിനക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഡെയർഡെവിൾ വേഗം സൂട്ടപ്പിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. പക്ഷേ വെച്ച മാർക്ക് ക്ലയന്റിനായിരിക്കില്ല, ഫോഗിക്കായിരിക്കും. ആൻഡ് ഇതറിഞ്ഞ ഡെയർഡെവിൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഈ ബുൾസായി വന്നിട്ട് ഫോഗിയെ വെടിവെച്ചിടുന്നു. അങ്ങനെ വെടിവെച്ചിട്ടതിന് ശേഷം ഫോഗി മരിക്കുന്നു. ഡെയർഡെവിളും ബുൾസായിട്ട് ഭയങ്കര ഫൈറ്റ് നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് വേറൊരു 11 പേരും കൂടി മരിച്ചു വീഴുന്നു, ഫോഗി ഉൾപ്പെടെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വെനസയെ കാണിക്കുന്നു. വെനസയാണ് ഇപ്പോൾ കിങ് പിന്നിന്റെ സാമ്രാജ്യം എല്ലാം എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കിങ് പിന്ന് മേയറാണോ? അപ്പൊ കിങ് പിന്ന് വന്ന് പറയും ഇനി എല്ലാം തെറ്റുകളും നിർത്തണം, ഇനിയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതിനുശേഷം 11 പേരെ കൊന്ന കുറ്റത്തിന് ബുൾസയെ ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കുന്നു. ആൻഡ് കാരനും ഡെയർഡെവിളുമായിട്ട് ബ്രേക്കപ്പ് ആകുന്നു. അങ്ങനെ ഡെയർഡെവിളും അവന്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് പുതിയൊരു ലവ് ഫേം തുടങ്ങുന്നത്. അവിടെയായിട്ട് വേറൊരു പെണ്ണായിട്ട് ഡെയർഡെവിളിന് ഒരു ഡേറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതിൽ നിൽക്കുമ്പോഴാണ് ഡെയർഡെവിളിന് മനസ്സിലാവുക മേയറായിട്ട് കിങ് പിന്നെ മത്സരിക്കേണ്ടതുണ്ടെന്നുള്ളത്. ഇതറിഞ്ഞ ഡെയർഡെവിളിന്റെ ഫ്രണ്ട് ആയുള്ള ഡിറ്റക്ടീവിന്റെ അടുത്ത് പോയി ചോദിക്കുന്നത് അവൻ ജയിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ ആ നാട് മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കിങ് പിന്നെ പറ്റിയിട്ടായിരിക്കും. ഗസ് വാട്ട്, ഡൊണാൾഡ് ട്രംപിന്റെ പോലെ തന്നെ ഭയങ്കരമായിട്ട് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് കിങ് പിന്നെ മേയർ ആവുന്നത്. ഡെയർഡെവിൾ ഗേൾ ഫ്രണ്ട് ഒപ്പം ഇരിക്കുമ്പോൾ ഈ ന്യൂസ് അറിയുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അങ്ങോട്ട് പറയുന്നത് മേയറായിട്ട് വല്ല തെറ്റും ചെയ്യാനാണ് പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ കൊടുക്കുന്നു പറയുന്നത്. ഇങ്ങോട്ട് പറയുന്നത് ഇനി തിരിച്ച് ഡെയർഡെവിൾ ആയിട്ട് വരാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ ഞാൻ തീർക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്.